വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറൂസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീണാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവർ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2ാമത്തെ അടയാളമാണ്. ഭിന്നമായ ജീവിതാനുഭവങ്ങളിലൂടെ വളർന്നു വന്നവൻ യേശു. സാമാന്യ ജനങ്ങൾ സാധാരണയായി അവസരവാദപരമായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്ന് കാണിക്കുന്ന ഒരു സുവിശേഷം ആയിട്ട് വേണം ഇന്നത്തേത് എന്ന് മനസ്സിലാക്കാൻ. യേശുവിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ മെനഞ്ഞെടുക്കുന്നതും ദുരാലോചനകൾ യേശുവിനെതിരായിട്ട് നടത്തുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ ഇതിനകം യൂദയ മാറിക്കഴിഞ്ഞു. യൂദായിലെ ജെറൂസലം കേന്ദ്രമാക്കിക്കൊണ്ട് ഉള്ള കൂടാരത്തിരുന്നാൾ ദിവസങ്ങളിൽ യേശു ജെറൂസലമത്തിൽ സന്നിഹിതരായിരുന്ന അവസരത്തിൽ യേശുവിനെതിരായിട്ടുള്ള വിവാദങ്ങളും ദുരാരോപണങ്ങളും വളരെ വിസ്മയകരമായ ആർജവത്വത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ ആ വിവാദങ്ങളുടെ മുന ഒടിക്കാൻ യേശുവിന് സാധിച്ചു. യേശുവിന്റെ ഈ പ്രവർത്തനങ്ങള് വളരെയേറെ മതിപ്പോടുകൂടെ നോക്കിക്കാണാൻ ഇടവന്ന ഗാലിലി പ്രദേശത്തു നിന്നുള്ള പലരും തിരുനാൾ ദിനങ്ങളിൽ യൂദായിലുണ്ടായിരുന്നു. വളരെ വിസ്മയനീയമായ വിധത്തിൽ യേശു തനിക്കെതിരായിട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യൂദായിൽ നിന്ന് യേശു ഗാലിലി പ്രദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. യൂദായിൽ യേശുവിനുണ്ടായ അനുഭവത്തിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട ഒരു അനുഭവമായിരുന്നു ഗാലിലി മക്കൾ യേശുവിന് വേണ്ടി അപ്പോൾ ഒരുക്കിയത്. ഒരു വരവേൽപ്പ് തന്നെ ഗാലിലി മക്കൾ യേശുവിന് നൽകിയെന്നാണ് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നത്. യാഥാർത്ഥ്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഒരു നിരീക്ഷണ പാടവത്തോടു കൂടെ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, ജെറൂസലമിൽ യേശു നടത്തിയ പ്രവർത്തനങ്ങളുടെ വിസ്മയനീയമായിട്ടുള്ള രീതി കണ്ട്
ഗാലിലി മക്കളായിരിക്കണം അവർക്ക് മതിപ്പ് തോന്നിയത് കൊണ്ടിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് യേശു ഗാലിലയിലേക്ക് തിരിച്ചു വന്നപ്പോ വലിയൊരു സ്വീകരണം തന്നെ യേശുവിന് നൽകാൻ അവർ തയ്യാറായത് എന്ന് യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. ഇതാണ് അവസരപരമായ ഒരു പ്രവർത്തന ശൈലിയുടെ ഒരു ഉദാഹരണം. അങ്ങനെ യേശുവിനെ സ്വീകരണം കൊടുത്ത് വളരെ വരവേൽപ്പ് നൽകിയ ഈ അവസരത്തിൽ യേശുവിന്റെ കീർത്തി ചുറ്റുപാടുകളിലും പരന്നു. ആ അവസരത്തിലാണ് ഗാലിലിക്ക് അടുത്ത് ഉണ്ടായിരുന്ന കഫർനാമിൽ താമസിച്ചിരുന്ന ഒരു രാജ്യസേവകന്റെ മകൻ സുഖമില്ലാതെ കിടക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യസേവകൻ യേശുവിനെ പറ്റി കേട്ട് യേശുവിന്റെ സഹായത്തിന് വേണ്ടി യേശുവിന്റെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. ആ രാജ്യസേവകൻ യേശുവിനോട് അപേക്ഷിക്കുന്നു, തീർച്ചയായും എന്റെ മകന്റെ അസുഖം ഭേദമാക്കാൻ അങ്ങ് കനിയണം. യേശു ആ രാജ്യസേവകന്റെ ഉദ്ദേശശുദ്ധിയെയും ചിന്താഗതിയെയും അല്പം വിമർശനാത്മകമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. യേശു പറയുന്നു, ദൈവികതയുടെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ കാണുന്നത് അത്ഭുതവും അടയാളങ്ങളുമാണ്. യേശുവിന്റെ നിലപാട് അതല്ല. അത്ഭുതവും അടയാളങ്ങളുമല്ല ദൈവികതയുടെ ആധാരം. ദൈവികതയുടെ യഥാർത്ഥത്തിലുള്ള ആധാരം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാം എന്നതാണ് യേശുവിന്റെ നിലപാട്. എന്നാൽ സാമാന്യം യഹൂദ ജനത അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ദൈവികതയുടെ ലക്ഷണമായിട്ട് കരുതി പോന്നിരുന്നത് എന്ന യാഥാർത്ഥ്യം യേശു അംഗീകരിക്കാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടെ ആ രാജ്യഭൃത്യന്റെ ആവശ്യത്തിനോട് യേശു മറുചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാലല്ലേ ദൈവികതയുടെ സാന്നിധ്യം അംഗീകരിക്കാൻ തയ്യാറാകുകയുള്ളൂ എന്ന ഒരു മറുചോദ്യം യേശു രാജ്യസേവകനോട് ആയിട്ട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന നിലയിൽ രാജ്യസേവകൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവസരവാദപരമായിട്ട് പെരുമാറുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കാര്യം നടക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം തീർച്ചയായിട്ടും വളരെ ആഗ്രഹത്തോടു കൂടെ യേശുവിന്റെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന രാജ്യസേവകന്റെ അഭ്യർത്ഥന യേശു മാനിച്ചുകൊണ്ട് യേശു പറയുന്നു, താങ്കൾ പോയിക്കൊള്ളുക, താങ്കളുടെ ആവശ്യം നിറവേറിയിരിക്കുന്നു. യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, ഈ നിറവേറിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ അതേ സമയത്ത് തന്നെ രാജ്യസേവകന്റെ മകന്റെ അസുഖവും മാറിയെന്ന്, അത് 7-ാം മണിക്കൂറായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറയാൻ യോഹന്നാൻ മറന്നില്ല. അങ്ങനെ പല വിധത്തിലുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടവന്നവനാണ് യേശു. ഈ തരം വ്യത്യാസപ്പെട്ട ഭിന്ന മാനസിക പ്രവൃത്തികളോട് വസ്തുനിഷ്ഠാപരമായ രീതിയിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബാലൻസ് പിടിച്ചുകൊണ്ട് ജീവിക്കാനും വസ്തുനിഷ്ഠമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രമാണത്തിൽ വഴിപിഴയ്ക്കാതെ ദൈവത്തിന്റെ സാക്ഷാൽ പുത്രൻ എന്ന നിലയിൽ സത്യസന്ധതയോടുകൂടെ ജീവിക്കാൻ ഇടവന്ന ആദർശയോഗ്യനായിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിലാണ് സുവിശേഷത്തിൽ യേശു പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനാകുക.